സ്തോത്രം. ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തതോർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 4 മാസത്തിന് ശേഷമാണ് കർത്താവിൻ്റെ ദാസ്യമായിട്ടും വീണ്ടും കൂട്ടായ്മയായിരിക്കാൻ കർത്താവ് അവസരം തന്നത്. ആരോഗ്യത്തോടും ബലത്തോടും ഇരുവരെയും കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നതിനായി ഞാനും കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂമിലായിരുന്നെങ്കിലും ബൈബിൾ സ്റ്റഡി തുടരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. നിമ്മേൻ്റെയും കർത്താവ് മടക്കി കൊണ്ടുവന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ ബാക്ക് ടു ദ ടെക്സ്റ്റ്. കഴിഞ്ഞ ശനിയാഴ്ച സൂമിലായിരുന്നുവെങ്കിലും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവജനത്തിന് മുമ്പിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. 1-ാം അധ്യായം, അതായത് പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മളെത്തി. ഈ പത്രോസിൻ്റെ ലേഖനം 1-ാം ലേഖനത്തിൽ നിന്നും വ്യത്യസ്തമായി, 1-ാം ലേഖനം വിവിധ നിലകളിൽ പീഡനം അനുഭവിക്കുന്ന ദൈവമക്കളെ വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുവാൻ തക്കവണ്ണം ഉപദേശം കൊടുക്കുന്ന ലേഖനമായിരുന്നുവെങ്കിൽ 2-ാമത്തെ ലേഖനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവസഭയിൽ നുഴഞ്ഞു കയറിയ ദുരുപദേഷ്ടകന്മാരെയും കള്ളപ്രവാചകന്മാരെയും വെളിച്ചത്ത് കൊണ്ടുവരുവാൻ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ലേഖനമാണ് ഈ 2-ാമത്തെ ലേഖനം. ഈ 2-ാമത്തെ ലേഖനത്തിൻ്റെ തുടർച്ചയായി ഉപയോഗിക്കുന്ന ഏകദേശം 15-16 പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. അറിയുക എന്ന പദമാണ്. നോയിങ്, പരിജ്ഞാനം എന്ന പദം പത്രോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 2-ാമത്തെ ലേഖനത്തിൻ്റെ താക്കോൽ വാക്യമായി നമുക്ക് കാണുവാൻ കഴിയുന്ന 2 വാക്യങ്ങളാണ് നമുക്ക് ആദ്യമേ വായിക്കുവാനുള്ളത്. നമ്മൾ ആ ഭാഗം വായിച്ചതാണെങ്കിലും ഒന്നുകൂടെ വായിക്കുകയാണ്. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ഈ തിരുവെഴുത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഈ തിരുവെഴുത്ത് തന്നെ സാക്ഷ്യം പറയുന്ന ഒരു വാക്കാണ് ഇത്. പ്രവചന പുസ്തകം എന്ന നിലയിൽ ഈ പ്രവാചക വാക്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സ് എന്ന് പറയുന്നത് മനുഷ്യനല്ല, മനുഷ്യനൊരു മീഡിയം മാത്രമാണ്. സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ്. ഈ തിരുവെഴുത്ത് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, എങ്ങനെ നമ്മൾ ഉൾക്കൊണ്ട് കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയങ്ങളിൽ കൈക്കൊണ്ടത് എങ്ങനെയാണെന്ന് 19-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവാചക വാക്യം അധികം സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മലയാളത്തിലെ ഈ വാക്യത്തിനൊരു ഘടനയുടെ വ്യത്യാസം ആവശ്യമാണ്. ഇങ്ങനെ വായിക്കാം: പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ കൈക്കൊണ്ടാൽ നന്ന്. അപ്പോൾ ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെന്ത് കാലമാ? ഇരുണ്ട കാലമാണ്, അല്ലെങ്കിൽ അന്ധകാരം നിറഞ്ഞ കാലമാണ്. പക്ഷേ നമുക്ക് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നേരം വെളുക്കുന്ന ഒരു സമയമുണ്ട്. ഒരു അന്ധകാരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ഒരു രാത്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പകലുണ്ട് എന്ന് സ്വാഭാവികമായി പറയുന്നത് പോലെ ഇവിടെ ദൈവം നമുക്ക് പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യം, ഈ ഇരുള് എന്നും നിലനിൽക്കുന്നില്ല. ഇതിന് അപ്പുറം ഉദയനക്ഷത്രം ഉദിക്കുന്ന ഒരു സമയമുണ്ട്. തീത്തോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു എന്നാണ് പറയുന്നത്. ഉദിക്കുന്നത് സൂര്യനാണ്, നക്ഷത്രമാണ്. ഇവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സിംബോളിസം ഉദയനക്ഷത്രം. കർത്താവിൻ്റെ വരവ് വരെ നമ്മുടെ ഹൃദയങ്ങളിൽ കൈക്കൊണ്ട്, അതെങ്ങനെയാണ്? ഇരുട്ടത്തൊരു മെഴുകുതിരി ഉണ്ടെങ്കിൽ പോലും, ഇതൊരു മെഴുകുതിരിയാണല്ലോ, ഇതുകൊണ്ട് ഗുണമില്ലെന്ന് പറഞ്ഞ് നമ്മൾ കളയത്തില്ല. ആ മെഴുകുതിരി മതി നമുക്ക് ആ ഇരുട്ടത്ത് വെളിച്ചമായി നിൽക്കാൻ. അതുപോലെ ആ ഇരുട്ടത്ത് ഒരു മനുഷ്യൻ ഇരുളിൽ വെളിച്ചത്തിനു വേണ്ടി ആ മെഴുകുതിരി സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടതാണ് ഈ തിരുവെഴുത്ത്. എന്നിട്ടാണ് പറയുന്നത് ഈ തിരുവെഴുത്തിലെ പ്രവചനവാക്യങ്ങളൊന്നും
മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ഇത് മനുഷ്യൻ്റെ വ്യാഖ്യാനത്താൽ വന്നതല്ല എന്ന് ആദ്യമേ അറിഞ്ഞുകൊള്ളണം. ദൈവ കൽപ്പനയാൽ, പരിശുദ്ധാത്മ നിയോഗത്താൽ പ്രാപിച്ചിട്ട് സംസാരിച്ചത് അത്രേ. ഇവിടെ തിരുവെഴുത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ആരാ? ദൈവ. അതുകൊണ്ട് അത് ഒരിക്കലും മനുഷ്യൻ്റെ അഭിപ്രായമാണെന്ന് പറയരുത്. ഈ തിരുവെഴുത്തിൽ എഴുതപ്പെട്ട ഓരോ വാക്കുകളും പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതിയതാണ്. അത് നമ്മൾ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയരുത്. ഓരോ വാക്കും ഇറ്റ് ഈസ് ഗോഡ് ബ്രീത്ത്. തിമോഥെയോസിന്റെ ലേഖനത്തിലുണ്ടല്ലോ, എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാണ്. അപ്പോൾ അതിൻ്റെ സോഴ്സ് ആരാണ്? അത് ദൈവമാണ്. അപ്പൊ തിരുവെഴുത്താണ് ഏത് ആത്മിക ശുശ്രൂഷയുടെയും മാതൃക. അത് പ്രവചനം എന്നിവിടെ പറഞ്ഞിരിക്കുന്ന പ്രവചനം മാത്രമല്ല, ഉപദേശമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും, അത് വ്യക്തിപരമായ പ്രാർത്ഥനയാണെങ്കിലും പൊതുവായുള്ള പ്രാർത്ഥനയാണെങ്കിലും, എല്ലാറ്റിനും മാതൃക തിരുവെഴുത്താണ്. തിരുവെഴുത്തിൽ അതിന് മാതൃക കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കുണ്ട് മാതൃക, പ്രവചനത്തിനുണ്ട് മാതൃക, ഉപദേശത്തിനുണ്ട് മാതൃക, ഉപവാസം എടുക്കുന്നതിന് മാതൃകയുണ്ട്. കർത്താവ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യരുത്. നിങ്ങൾ കൊടുക്കുമ്പോൾ ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യരുത്. ഇതിനെല്ലാം മാതൃക ദൈവത്തിൻ്റെ നിയോഗത്താൽ എഴുതപ്പെട്ട ഈ തിരുവെഴുത്താണ്. ഇവിടെ പ്രവചനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് ഈ വചനത്തിൽ തന്നെ കാണാം. കാരണം അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് തുടങ്ങുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ നിയോഗത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ, ദൈവത്തിൻ്റെ കൽപ്പനയാൽ ഭക്തന്മാർ പ്രവചിച്ച പ്രവചനങ്ങൾ ദൈവവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ തിരുവെഴുത്തെന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിന് നമുക്ക് എങ്ങനെ സക്സസ്ഫുള്ളായി ജീവിക്കാം എന്നുള്ളതിനൊരു രൂപരേഖയല്ല. മനുഷ്യൻ്റെ രക്ഷയാണ് ഇതിനെ പ്രധാന തീം എന്ന് പറയുന്നത്. ഇതിൽ ഒരു കഥാപുരുഷനേ ഉള്ളൂ, അത് യേശു കർത്താവ് മാത്രമാണ്. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് മാത്രമാണ്. ഇതിൻ്റെ പ്രധാന കഥാപുരുഷൻ എന്ന് പറയുന്നത് യേശു കർത്താവ് മാത്രമാണ്. പ്രധാന തീം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രക്ഷയാണ്. അപ്പം എല്ലാം ആ കണ്ണിലൂടെ വേണം ഓരോ ദൈവം ഇതിലും കാണാൻ. എല്ലാം ആ കണ്ണിലൂടെ വേണം നമുക്ക് കാണാൻ. ഓരോ വാക്യം എടുക്കുമ്പോഴും ഇതിൽ എൻ്റെ ആത്മീക വളർച്ചയ്ക്ക് കർത്താവ് എന്താണ് അതിനകത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് നമ്മൾ നോക്കണം. അപ്പോൾ പ്രവചനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവർ എഴുതിയത് അവരുടെ സ്വന്തം ആശയങ്ങളുടെ സങ്കല്പമായിരുന്നില്ല. What they said or wrote was not a concoction of their own ideas, and it was not the result of human imagination, insight or speculation. ഭക്തന്മാർ പ്രവചിച്ചത്, ആ പ്രവചനം അവർ എഴുതി വച്ചത് അവരുടെ സ്വന്തം ആശയങ്ങളുടെ സങ്കലനമായിരുന്നില്ല. അത് മനുഷ്യൻ്റെ ഭാവനയുടെയോ ഉൾക്കാഴ്ചയുടെയോ ഊഹാപോഹങ്ങളുടെയോ ഫലമായിരുന്നില്ല. When prophet Isaiah said, "Thus saith the Lord," it was from the Lord. യെശയ്യാവ് പറയുകയാണ്, ഇപ്രകാരം ദൈവം പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവം പറഞ്ഞതാ. ഹിസ്കിയാവിന്റെ മുന്നിലൊക്കെ ചെന്ന്, രാജാവിന്റെ മുമ്പിലൊക്കെ ചെന്ന്, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ സുഖമാകുകയില്ല, നിശ്ചയമെന്ന് പറയാൻ തക്കവണ്ണം ആ മനുഷ്യനുണ്ടായ തൻ്റെ ഇടം അവൻ്റെ പൊസിഷൻ അല്ല, അത് ദൈവം പറഞ്ഞതാണെന്നുള്ള ബോധ്യമാണ്. ദൈവം പറഞ്ഞതാണെങ്കിൽ അത് നടക്കും. ദൈവം പറഞ്ഞതാണെങ്കിൽ അവനത് മാറ്റത്തില്ല. He cannot deny himself. He will not change. He is immutable. മാറ്റമില്ലാത്ത ദൈവമാണ്. അപ്പോൾ ഓറിജിൻ, സോഴ്സ് എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് പ്രവചനത്തിൽ. അതൊരു ഊഹാപോഹമല്ല. അതെനിക്ക് അങ്ങനെയാണ് എനിക്ക് വെളിപ്പെട്ടത്, അപ്പോഴങ്ങനെയാണ് തോന്നിയെന്ന് ദൈവം ഒരിക്കലും പറയത്തില്ല. ദൈവം പറഞ്ഞാൽ അത് നിവർത്തിക്കാനുള്ളതാ. നമുക്കറിയാലോ, മലാക്കി പ്രവചനത്തിൻ്റെ 2-ാം പുസ്തകം, അല്ല ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം, ഇസ്രായേലുള്ള ബന്ധത്തിൽ അവിടെ പറയുന്ന കാര്യങ്ങൾ
നമുക്കറിയാം. ഹബക്കൂക്ക് കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതിന്റെ അന്തം എന്താകുമെന്ന് ചിന്തിക്കുക. ഏതാ? ഇസ്രായേലിന്റെ ഭാവിയാ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്താ പറഞ്ഞേ? നീ ദർശനം എഴുതുക, ഓടി. അത് വായിക്കാമോ? ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് എഴുതണം. ഡോക്ടർമാർ മരുന്നിന് കുറുക്കുന്ന പോലെ എഴുതല്ലേ. അത് ഓടിപ്പോകുന്നവൻ പോലും വായിക്കാൻ തക്കവണ്ണം വലിയ അക്ഷരത്തിൽ എഴുതാനാണ് പറയുന്നത്. എന്നിട്ട് ദർശനത്തിന് പക്ഷേ ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുക. അത് വരും നിശ്ചയം. അതാണ് എന്നെ സന്തോഷിപ്പിച്ചത്. ദൈവം പറഞ്ഞത് ദൈവത്തിന്റെ പ്രവചനമാണെങ്കിൽ അത് നിവർത്തിക്കും. ഹല്ലേലൂയ. Because the source is God himself. When Jeremiah said, "Thus saith the Lord," ആർക്കും സംശയമില്ല, അത് നിവർത്തിക്കാനുള്ളതാ. ശമൂവേൽ എന്ന ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകൻ എന്നാ പറയുന്നത്. അവൻ വരുമ്പോ ജനത്തിന് പേടിയാ. കാരണം എന്താ? ശമൂവേലിനെ കുറിച്ചുള്ള പേടിയല്ല, അത് ദൈവത്തിന്റെ ആലോചന വഹിക്കുന്നവനവൻ. പ്രിയമുള്ളവരെ, സ്റ്റാൻഡേർഡ് ദൈവത്തിന്റെ വചനമാണ്. We know how those prophets were. They were sure that they are hearing from God. അതാ പ്രവചനം. സ്തോത്രം. തിരുവെഴുത്തിലെ പ്രവചനത്തിന്റെ സോഴ്സ് ദൈവം തന്നെയാണ്. ബാക്കി 21 അവിടെ പറയുന്നത് മനുഷ്യന്റെ ഇഷ്ടമല്ലത്. ഇഷ്ടത്തെ പോലെ പ്രവചിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പോൾ it is from God, being moved by the Spirit, the Holy Spirit. സോ അത് നമുക്ക് വിശ്വസിക്കാം. അതിൻ്റെ ഹ്യൂമൻ ഇൻ്റർപ്രിട്ടേഷൻ ആവശ്യമില്ല. അവിടെ പറയുന്നല്ലോ, ഒന്ന് സ്വയമായി വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. ഇറ്റ് ഈസ് വെരി ക്ലിയർ, വേഗ് അല്ല. നോ ഇൻ്റർപ്രിട്ടേഷൻ നീഡഡ്. ഇസ്കാൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഇൻ്റർപ്രിട്ടേഷൻ വേണമായിരുന്നു? നോ. വേറൊരാളെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ക്ലിയർ. നീ സുഖമാകുകയില്ല, നിശ്ചയം. ഗ്രഹകരാകുകയും ക്രമപ്പെടുത്തിക്കൊള്ളുക. നോ ഇൻ്റർപ്രിട്ടേഷൻ നീഡഡ്. അത് വിശ്വസിക്കാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതേ ശുശ്രൂഷയുണ്ട്. പുതിയ നിയമത്തിന്റെ ഒരു പ്രത്യേകത പക്ഷേ നമ്മൾ മനസ്സിലാക്കണം. പുതിയ നിയമത്തിന്റെ പ്രത്യേകത ഞാൻ മുമ്പേ പറഞ്ഞ മത്തായി 7 കർത്താവ് ക്രൂശിതനായില്ല, ക്രൂശിതനാവാൻ പോകുന്നേ ഉള്ളൂ. ക്രൂശിന്റെ ഇപ്പുറത്താണ് നിൽക്കുന്നത്. എന്നിട്ടും കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതുപോലെ അല്ല ദൈവത്തെ ഞാൻ വെളിപ്പെടുത്തുന്നത്. യു ക്യാൻ ഗോ ടു ദ ഇന്നർ ചേംബർ ആൻഡ് കോൾ ഹിം ഫാദർ. എത്ര പ്രിവിലേജ്ഡ് ആണെന്ന് അറിയാമോ ദൈവമക്കൾ? എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ഒരു വിഷയം വരുമ്പോൾ എനിക്ക് അപ്പ എന്ന് വിളിക്കാൻ ഒരാളുണ്ട് പുതിയ നിയമത്തിൽ. വിഷയം വരുമ്പോൾ ദൈവദാസന്മാരെ, ദൈവസഭയെ അറിയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കാം. നീ പ്രാർത്ഥിച്ചോ? നീ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലാണെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ, മുട്ടുമേൽ ദൈവസന്നിധിയിൽ ചെന്നോ? അറയ്ക്കുള്ളിൽ പിതാവിന്റെ അരികിൽ ചെന്ന് രഹസ്യത്തിലുള്ള പിതാവിനോട് സംസാരിച്ചോ? എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇന്ന വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കണം. എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. പ്രാർത്ഥിക്കും. പക്ഷെ ആ ആൾക്ക് വലിയൊരു വിഷയം വന്നപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചു. അത് ഞാൻ അറിഞ്ഞു. നമ്മൾക്കൊന്നും അത് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. ചെറിയ തലവേദന പോലത്തെ വിഷയങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. വലിയ വിഷയം വന്നപ്പോൾ സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചു. എന്താ പ്രശ്നമെന്ന് ഞാൻ പറയാം. അടിസ്ഥാനമാണ് പ്രശ്നം. If I know that I have a father, not an earthly father, സകലത്തെ നിർമ്മിച്ച ഒരു പിതാവ് എനിക്കുണ്ട്, I will go to him first, then I will go to him, because എൻ്റെ മേലാക്കി വെച്ചിരിക്കുന്ന ഒരു പിതാവ്. But first I will go to my father. അവിടെ ചെല്ലും ഞാൻ, അവന്റെ സന്നിധിയിൽ ഞാൻ അർപ്പിക്കും. അപ്പോഴേ എനിക്ക് വിഷയത്തിന് വിടുതലായി. പ്രശ്നം മാറിയില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ ദിവ്യ സമാധാനം തന്നു. ഇതാ പ്രിയമുള്ളവരെ പുതിയ നിയമത്തിന്റെ പ്രത്യേകത. They don't have to go like Old Testamentലെ പോലെ മധ്യസ്ഥന്റെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല പുതിയ നിയമത്തിൽ. Because we have
a മധ്യസ്ഥൻ standing before this holy God who is Jesus. നമുക്കൊരു മധ്യസ്ഥനുണ്ട്. പക്ഷേ നമുക്ക് പറയാം, നമ്മുടെ ഇൻറ്റിമേറ്റായ വിഷയങ്ങൾ പോലും പറയാൻ തക്കവണ്ണം ഫ്രണ്ട്സ് ഉണ്ട് നമുക്കല്ലേ, ഹ്യൂമൻ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോഴാണ് നമുക്കൊരു ആശ്വാസം ഉണ്ട്. കാരണം എന്നറിയോ, സ്വന്തം സഹോദരന് പോലും പറയുന്നതിന് മുമ്പേ എൻ്റെ പ്രിയ കൂട്ടുകാരൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഇതാ പ്രശ്നം. സ്വന്തം സഹോദരന്മാരോട് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഹി നോസ്. ഒരു ദിവസം രാത്രി, അർദ്ധരാത്രി 1 മണിക്ക് എന്നെ വിളിച്ചു, ലിജി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഷീ നോസ്, ഐ മീൻ ബീന ഉണ്ടായിരുന്നത്. അന്നേരം ഞാൻ വെച്ച്, ഈ പുള്ളിക്ക് എന്നെ പറ്റി. ഞങ്ങൾ ഫോട്ടോ എടുത്തില്ലായിരുന്നപ്പോഴാണ്. പക്ഷെ പുള്ളിക്ക് അറിയാം, പുള്ളിയുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വിഷയം പോലും എനിക്ക് ഷെയർ ചെയ്യാമെന്ന്. സോ ലൈക്ക് ദാറ്റ് നമുക്ക് അങ്ങനെ കോൺഫിഡൻസ് ഉള്ളത് നല്ലതാണ്. പക്ഷെ ആരും ഇല്ലെങ്കിലും നമുക്കൊരു പിതാവുണ്ട്. അവൻ്റെ അടുത്ത് നമുക്ക് ചെല്ലാം, ഏത് സമയത്തും ചെല്ലാം, 24/7 ചെല്ലാം. ആ ഓഫീസ് എപ്പോഴും ഓപ്പണാണ്. അതാണ് പുതിയ നിയമത്തിലെ പ്രത്യേകത. നമുക്ക് ചെല്ലാം. പുതിയ നിയമത്തിലും പ്രവചനത്തിൻ്റെ സോഴ്സ് സെയിം തന്നെയാണ്, ദൈവം തന്നെയാണ്. ഈയിടെയൊക്കെ നിങ്ങൾ ഇച്ചിരി ഒന്ന് ഗൂഗിൾ ചെയ്താൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പ്രവചനത്തിൻ്റെ സോഴ്സ് ശരിയാണെങ്കിലും വ്യത്യാസമുണ്ടെന്നൊക്കെ പറഞ്ഞ് തിയോളജിയൻസ് തന്നെ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഡാളസിൽ പോയപ്പോൾ ഒരു യങ്സ്റ്റർ, അവനാണ് ദൈവവചനം എന്നെക്കാൾ വരച്ച് കലക്കി കുടിച്ച് വായിക്കുന്ന ഒരു പുള്ളിയാണ്, ഒരു യൂത്ത് പാസ്റ്ററാണ്. പുള്ളി പറഞ്ഞു, ഇന്ന തിയോളജിയൻ. അതേ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരാളാണ് പറഞ്ഞത്. പുതിയ നിയമത്തിൽ അങ്ങനെ എല്ലാം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ എങ്ങനെ എടുക്കാൻ പറ്റാത്തേ? സോഴ്സ് അപ്പോൾ ആരാണ്? സോഴ്സ് ദൈവമല്ലേ. പുതിയ നിയമത്തിൽ വന്നപ്പോൾ തന്നെ സോഴ്സ് അവനവനായോ? നോ, പുതിയ നിയമത്തിലും സോഴ്സ് ദൈവം തന്നെ. പക്ഷെ പർപ്പസിന് വ്യത്യാസമുണ്ട്. പുതിയ നിയമത്തിലെ പർപ്പസ്, ഈ 5 വിധത്തിലുള്ള ശുശ്രൂഷയുടെ പർപ്പസ് സെയിമാ. അപ്പോസ്തലിക ശുശ്രൂഷയും പ്രവചന ശുശ്രൂഷയും ഇടയന്റെ ശുശ്രൂഷയും ഉപദേഷ്ടാവിന്റെ ശുശ്രൂഷയും ഇവാഞ്ചലിസ്റ്റിന്റെ ശുശ്രൂഷയും അവിടെ പറഞ്ഞിരിക്കുന്നു. എഫെസ്യർ 4:11 മുതൽ 13 വരെയുള്ള ഇവരെല്ലാം കൂടെ ഒരു സഭയിലുള്ളപ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ക്രിസ്തുവിനോടുള്ള അനുരൂപതയിലേക്ക് വിവിധ നിലകളിൽ അവരെ വളർത്തുക. പ്രവചനത്തിലൂടെയും ഉപദേഷ്ടാവിൻ്റെ റോളിലും പരിപാലന വരത്തിലൂടെയും എന്താ ചെയ്യുന്നേ? ഈ ഇരിക്കുന്ന ദൈവമക്കളെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളർത്തുക, ആത്മീക വർധനവ് വരുത്തുക. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാനത് വായിക്കാം, നമുക്കറിയാമല്ലോ. ഒന്ന് വായിക്കാമോ? എഫെസ്യർ 4:11 മുതൽ 13 വരെ. ചിലരെ അപ്പോസ്തലന്മാരായി, നിയമിച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ പർപ്പസാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അത് നാം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തെക്കുറിച്ചാ? ഈ നിയമനത്തെക്കുറിച്ചല്ലേ പറയുന്നേ. 5 വിധത്തിലുള്ള ശുശ്രൂഷകരെ ദൈവം നിയമിച്ചിരിക്കുന്നു. അതൊന്നും ഇഷ്ടമുള്ളത് കൊണ്ട് വരുന്നതല്ല, ദൈവത്തിൻ്റെ നിയമനമാണ്. അത് ഗിഫ്റ്റാണെന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ഉയരത്തിൽ നിന്ന് കയറി ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരികയില്ലയോ, ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനാകുന്നു. മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഈ ഗിഫ്റ്റുകൾ എന്തിനാ കൊടുത്തതെന്നാണ് താഴെ പറയുന്നത്. അത് നാം വിശ്വാസത്തിൽ, ഒന്നാമത്തെ പർപ്പസ് വിശ്വാസത്തിൽ ഐക്യത. രണ്ടാമത്തെ പർപ്പസ് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യത. മൂന്നാമത്തെ പർപ്പസ് തികഞ്ഞ പുരുഷത്വം. നാലാമത്തെ പർപ്പസ് ക്രിസ്തു എന്ന ഈ സ്റ്റാൻഡേർഡാണ് നമുക്കുള്ളത്, ആ വളർച്ചയിലെത്താൻ തക്കവണ്ണം. 2, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം. 3, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ആത്മീക വർധനവ്. മെച്യൂരിറ്റി എന്ന് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ ഐക്യത, അതായത് ഈ 5 വിധത്തിലുള്ള ശുശ്രൂഷ, അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലുള്ള ശുശ്രൂഷ, ഉപദേഷ്ടാവിൻ്റെ ശുശ്രൂഷ, ഇടയൻ്റെ ശുശ്രൂഷ, പ്രവാചകൻ്റെ ശുശ്രൂഷയൊക്കെ ഒരു സഭയിൽ ഇതിനകത്ത് വരണം. നമുക്ക് വെളിയിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല, ഇതിനകത്ത് ഉണ്ടാകണം. അങ്ങനെ ആണെങ്കിൽ ഈ 5 വിധത്തിലുള്ള ശുശ്രൂഷയിലൂടെ ഇവിടെയുള്ള ദൈവമക്കൾ മെച്ചുവറാകും, അവരുടെ ഫെയ്ത്തിന് യൂണിറ്റി ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അവിടെ ഉപദേശത്തെക്കുറിച്ചാണ് ഈ ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത്
ഉപദേശത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 5 വിധത്തിലുള്ള ശുശ്രൂഷയിലൂടെ ഒരു ദൈവസഭയ്ക്കകത്ത് ഇരിക്കുന്ന 50 പേരുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്, നിങ്ങളുടെ ഉപദേശരൂപം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ ഉത്തരം പറയും. കാരണം അവർക്കൊരു ഐക്യതയുണ്ട് ആ ഉപദേശത്തിനകത്ത്. പിന്നെ യേശു കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയുണ്ട്. അവരോട് ഒരാൾ പറയത്തില്ല യേശു കർത്താവ് ഇമ്പക്കബിളാന്ന് ഒരാൾ പറയും, മറ്റൊരാൾ പറയുന്നു പെക്കബിളാന്ന് പറയും. അങ്ങനെ വരത്തില്ല. ഒരാൾ പറയാ പാപം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു, മറ്റൊരാൾ പറയുന്നു അങ്ങനല്ലെന്ന് പറയുന്നു. അങ്ങനെയല്ല, അതിലും ഒരു ഐക്യത ഉണ്ടാവും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ഐക്യത. പിന്നെ മെച്യൂരിറ്റിയുടെ ലെവൽ വന്നു, അതിൻ്റെ സ്റ്റാൻഡേർഡ് ക്രിസ്തുവാണ്. പിന്നെ പൊതുവായി സഭയുടെ ആത്മീക വർധനവ്. ഇതാണ് പുതിയ നിയമ പ്രവചനത്തിൻ്റെ പർപ്പസ്. ഈ തിരുവെഴുത്തിലെ വചനങ്ങൾ ദൈവമാണ് സോഴ്സ് എന്ന് പറയുന്നതിലൂടെ ഇവിടെ സ്ഥാപിക്കുന്നത് ദൈവത്തിൻ്റെ ഈ തിരുവെഴുത്തിൻ്റെ ഡിവൈൻ ഇൻസ്പിറേഷനാണ്. ഡിവൈൻ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ദൈവിക പ്രചോദനം. 40 പരം എഴുത്തുകാരാണ് ഇത് എഴുതിയത്, അല്ലേ? ഇവരെഴുതിയിട്ട് ഇതെങ്ങനെയാണ് ഒരു മാലയിൽ മുത്തു കോർത്തതുപോലെ വന്നത്? ഇവരെല്ലാം കൂടെ ചിന്തിച്ചതാണോ? വിവിധ ഭൂഖണ്ഡങ്ങളിലിരുന്നാണ് എഴുതിയത്. ഫോണുണ്ടോ? ഇന്ന് പറയാം അവരെല്ലാം കൂടെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് എഴുതിയതാണെന്ന്. നോ. വിവിധ സമയങ്ങളിൽ, വിവിധ കാലങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ, ചിലർ ജയിലിനകത്തിരുന്ന് ഒക്കെ എഴുതിയ ഈ പുസ്തകങ്ങൾ എങ്ങനെയാ അടുക്കിനടുക്കിന് വന്നത്? ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദനം മനുഷ്യൻ്റെ പ്രചോദനമല്ല. ഇറ്റ് ഈസ് ഡിവൈൻലി ഇൻസ്പയർഡ്. നമ്മുടെ കർത്താവിന്റെ ദാസൻ പറയുമല്ലോ, ദൈവവചനത്തിന് ദൈവത്തോളം ഉണ്ട്. സത്യ. വെളിപ്പാട് പുസ്തകത്തിൽ കഴിഞ്ഞ ദിവസം പാപ്പച്ചൻ പാസ് പറഞ്ഞപ്പോൾ ഒരു വാക്യം വായിച്ചു, അവന് ദൈവവചനം എന്ന് പേര്. കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞേ. അപ്പം ഇത് എത്രയോ നമ്മൾ ഭക്തിയോട് നമ്മൾ കരുതണം ഈ വചനങ്ങൾ. ഈ കാലത്തിൻ്റെ പക്ഷേ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ മുമ്പേ ജോബി പറഞ്ഞതുപോലെ ഇതിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും അറിയത്തില്ല. വെളിയിൽ നാട്ടിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ പോയി വരുമ്പോൾ അറിയാം എന്തിനോടാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യമെന്ന്. എല്ലാവർക്കും ദൈവത്തെക്കുറിച്ചൊരു ഭയമുണ്ട് ഉള്ളിൽ. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം, പക്ഷേ ആ കറക്റ്റ് പോയിന്റിലേക്ക് വരുന്നില്ല. അതിപ്പം മറ്റു മതസ്ഥരുടെ ഇടയിൽ ഒരു ഉണർവൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു മതപരമായ ചിന്തയൊക്കെ വന്നു തുടങ്ങി. അവരും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അവരുടെ പിന്നെ ഋഷിവര്യന്മാരൊക്കെ പറഞ്ഞ വാക്യങ്ങളൊക്കെ അയച്ചു തുടങ്ങി. എവിടെയുമൊക്കെ ഒരു ഉണർവുണ്ട്, പക്ഷെ ആ കറക്റ്റ് പോയിന്റിൽ എത്തുന്നില്ല. പലരും വൈകാരികമായ അനുഭവങ്ങളുടെ പിന്നാലെ ഓടുകയാണ്. ആ ഫോട്ടോയെല്ലാം കൂടെ ചെന്നാണ്ടല്ലോ ഭയങ്കര അത്ഭുതങ്ങളാണ്. ഞങ്ങളുടെ സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ ബ്രദറൻ ചർച്ചാണോ പെന്തിക്കോസ് ആണോ സംശയം. എന്നറിയാം, അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അത്ഭുതം. അവിടെ പോട്ടെ നടക്കുന്നു. അവിടെ ഒരു ബിംബത്തിൻ്റെ കണ്ണിലൂടെ ഇങ്ങനെ, ഈയിടെ ഒരു പെന്തിക്കോസിലെ പ്രസംഗം തന്നെ പ്രസംഗിച്ചതാ. അവിടെ ഒരു ബിംബത്തിൻ്റെ കണ്ണിലൂടെ ഇങ്ങനെ ഏതാണ്ട് ഒഴുകുന്നു. അവിടെ എന്തോ ശക്തി ഉണ്ടല്ലോ. കൺഫ്യൂഷനായോ? ഇതിലും അധികം നടക്കും. അടിസ്ഥാനം മറിഞ്ഞു പോയവർക്ക് നിൽക്കത്തില്ല. അവർ അടിസ്ഥാനം ക്രിസ്തുവിലാകുന്നെങ്കിൽ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. സംഭവങ്ങൾ പഴയ നിയമത്തിലൊരു വാക്യമുണ്ട്, അവിടെ ആ സംഭവം, ഇവിടെ ഈ സംഭവം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം ഞെട്ടരുത്. അവിടെ അത്ഭുതം, ഇവിടെ അത്ഭുതം. ദൈവത്തിൻ്റെ തിരുവെഴുത്തിലെ പത്യ ഉപദേശത്തോടുള്ള വിരക്തി വർദ്ധിച്ചു വരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പത്യ ഉപദേശം എന്ന് പറയുന്നത് മോറൽ ടീച്ചിങ് ഉണ്ട്. വചനത്തിൽ നിന്ന് മോറൽ ടീച്ചിങ് എടുക്കാം. അത് ഈ ഹിന്ദുക്കളിലെ ചില വര്യന്മാരുണ്ട്, അവരൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അവർ ഈവൻ ബൈബിൾ പോലും കോട്ട് ചെയ്താ പറഞ്ഞ്. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ചർച്ചിലെ ആൾക്കാരെന്നല്ല, നമ്മുടെ ആൾക്കാർക്ക് അതുകൊണ്ട് യോണ്ട് അവൻ ബൈബിൾ കോട്ട് ചെയ്യുന്നു. അങ്ങ് വെപ്രാളവാ. അവരൊരു പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നത്. അത് രാഷ്ട്രീയക്കാരും ചെയ്യുന്നുണ്ട്, വി ഡി സതീശൻ ചെയ്യുന്നുണ്ടത്. അതിലർത്ഥമില്ല. ഇനി കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്ന കൂട്ടത്തിലെ പറയുന്നതാ. അതായത് ഗുജറാത്തിലുള്ള ഒരു ഫാമിലി, they are very rich
ബിക്കോസ് അവർക്ക് ജുവൽസ് ആണ് കച്ചവടം. ജുവലറി, അവിടെയാണല്ലോ ജുവലറിയുടെ കേന്ദ്രമാണ്. അവിടെ ഒരു ഫാമിലി, അവരുടെ മക്കൾ ഒരു പ്രായമായപ്പോഴത്തേന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസയൊന്നും വേണ്ട. പേരൻസിനോട് പറയാ, ഭയങ്കര ധനാഢ്യരാവരാ, ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസയൊന്നും വേണ്ട, ഞങ്ങൾ സന്യാസത്തിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും അവരുടെ ഇൻഹെറിറ്റൻസ് എല്ലാം വിറ്റിട്ട് സന്യാസത്തിന് പോയി. അപ്പനും അമ്മയും ബാക്കി ശേഷിച്ചു. ഈ കഴിഞ്ഞ ദിവസം ജൈന സന്യാസികളായി 200 കോടി വിലമതിക്കുന്ന സ്വത്ത് ദാനം ചെയ്തിട്ട്, 200 കോടി, നമുക്കത് എഴുതി വെക്കാം 200 കോടി അല്ല, എൻ്റെ കാര്യം പറഞ്ഞു. ഈ സ്വത്ത് ദാനം ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നറിയാവോ? അവർ സന്യാസത്തിന് പോയി. ഞാൻ ഓർക്കുക, എന്നിട്ട് അവര് വലിയ കുതിരവണ്ടിയിലാണ് ഈ ഇതെല്ലാം പൈസ കൊടുക്കുന്നത്. പൈസ ദാനം കൊടുത്ത് 200 കോടിയാ. ഇതെല്ലാം കൊടുത്തിട്ട് ചോദിക്കാം, കറക്റ്റ് ഉത്തരവുണ്ട്, വചനത്തിൽ ഉത്തരവുണ്ട്. ഇവർ ഇത് കൊടുത്തത് കൊണ്ട് നിത്യജീവൻ കിട്ടുമോ? അതിൻ്റെ ഏക മാർഗം ഏതാ? യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിൽ പലർക്കും കൺഫ്യൂഷനാണ്. അത്ര ദാനം ചെയ്ത് സന്യാസത്തിന് പോയി അവർക്ക് നിത്യത കിട്ടത്തില്ലെന്നാണോ പറയുന്നേ? ദൈവസ്നേഹമല്ലേ? ദൈവസ്നേഹമാ. പക്ഷെ പ്രവൃത്തി കൊണ്ട് ഒരുവനും രക്ഷപ്രാപ്യമാകത്തില്ലെന്നാണ് ദൈവവചനം വ്യക്തമായിട്ട് പറഞ്ഞത്. ഇത് കൃപയാ, ഇത് ദാനമാ, ഇത് വിശ്വാസം പോലും ദാനമെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുക. ഞാൻ പിക്ചർ കഴിഞ്ഞ ദിവസം കണ്ടത്, ഒരു മനുഷ്യൻ ഇങ്ങനെ ശവശരീരം കിടക്കുക, അവൻ്റെ അരികിൽ പോയ ഒരാൾ സുവിശേഷം പറയുക, ശവശരീരത്തോട് സുവിശേഷം പറയുക. ഇതൊരു പിക്ചറാ. God loves you. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഏകമാർഗം ക്രിസ്തു. പക്ഷേ ഇങ്ങനെയായിരുന്നു നമ്മൾ, അല്ലേ? ആ ശവശരീരമായിരുന്നു നമ്മൾ. അപ്പൊ എങ്ങനെയാണ് ഈ വചനം കേട്ടപ്പോൾ നമ്മൾ ആ വചനത്തോട് പ്രതികരിച്ചത്? ഉത്തരം എഫേസ്യർ എന്ന 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. എന്താ ദാനം അവിടെ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസം. വിശ്വാസം ദാനം. കാരണം മരിച്ചവനായിരുന്നു ഞാൻ. എങ്ങനെ എനിക്ക് വിശ്വസിപ്പാനിട വന്നത്? കാരണം അനാദിയിൽ ഒന്ന് തെരഞ്ഞെടുത്തന്നെ. എന്നെ തെരഞ്ഞെടുത്തു അനാദിയിൽ. അത് മാത്രം ഓർത്താ മതി. സൺഡേ മോർണിംഗ് വർഷിപ്പ് നിങ്ങൾ തന്നെ ചെയ്യും. ആരുടെ ഹെൽപ്പ് വേണ്ടത് ചെയ്യും. കാരണം അനാദിയിൽ ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് കാലത്തിൽ ഞാൻ ആത്മാവിൽ മരിച്ചവനായിരുന്നിട്ടും വചനം കേട്ടപ്പോൾ എൻ്റെ മേൽ അങ്ങ് തെരഞ്ഞെടുപ്പിന്റെ ബേസിലുള്ള വിശ്വാസം നൽകി തന്നു. ഇതെത്ര പേരാ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത്? നമ്മൾ ഓർത്ത് സ്തുതിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ മാനിച്ചു, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടി, എനിക്കിവിടെ 40 വർഷമായിട്ട് നിൽക്കാൻ പറ്റി, 30 വർഷമായിട്ട് നിൽക്കാൻ പറ്റി. ഇതാണോ നമ്മൾ ഓർക്കുന്നത്? അതോ രക്ഷയെ ഓർത്ത്, എന്നെ തിരഞ്ഞെടുത്തതോർത്ത്? എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? പ്രിയമുള്ളവരെ, ദൈവത്തിന് അതാ പ്രസാദം, അതാ ദൈവത്തിന് പ്രസാദകരം. പ്രവർത്തിയാലല്ല, ഇത് കൃപയാ, ഇത് ദാനമാ, നമ്മെ തെരഞ്ഞെടുത്തതാ. തൊണ്ട കെട്ടി, തൊണ്ട പൊട്ടി ഇത് പറഞ്ഞിട്ടും റെസ്പോണ്ട് ചെയ്യാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. തൊണ്ട പൊട്ടി പറഞ്ഞിട്ട് അവിടെ നിന്ന് ചിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് തന്നെ വ്യക്തികൾ വന്ന് ചോദിച്ചിട്ടുണ്ട്, അവരെന്താ ഇത് ചിരിക്കുന്നേ നിങ്ങൾ ഇത് പറയുമ്പോ? ഞാൻ പറഞ്ഞു, അവർക്കത് ക്ലിക്ക് ചെയ്തിട്ടില്ല. രക്ഷയുടെ മൂല്യം അവർക്ക് മനസ്സിലായിട്ടില്ല. അവർ എൻ്റെ ആക്ഷനാ കാണുന്നത്. അതിന്റെ പിന്നിലെ ദൈവത്തിന്റെ ആ മെസ്സേജ് വിട്ടുപോവുകയാ. നമ്മൾ അങ്ങനെ ആകരുത്. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ആദ്യം എൻ്റെ മുമ്പിലേക്ക് വരേണ്ട എൻ്റെ പഴയകാല ചിത്രമാ. ഇപ്പോൾ ഞാൻ ആരായിരിക്കുന്ന ചിത്രം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ആരുടെയും പ്രചോദനം വേണ്ട. ഈ പത്യോപദേശം എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞു വന്നത്. പത്യോപദേശം എന്ന് പറഞ്ഞാൽ ബൈബിൾ എടുത്താൽ നമുക്കൊരു മെസ്സേജ് ഉണ്ടാക്കാൻ പറ്റും.
പത്യോപദേശം എന്ന് പറയുന്നത് പത്യോപദേശം വേഴ്സസ് ധർമ്മോപദേശം, മോറൽ ടീച്ചിങ് വേഴ്സസ് സൗണ്ട് ഡോക്ട്രിൻ. അതാണ് പുതിയ നിയമത്തിൻ്റെ ഉപദേശം, സൗണ്ട് ഡോക്ട്രിൻ. പത്യോപദേശം എന്ന് പറയുന്നത് ഒരുവൻ സ്റ്റാൻഡേർഡായിട്ട് അവിടെ നിൽക്കുക. ജോബി പറഞ്ഞ പോലെ ആ സ്റ്റാൻഡേർഡിൽ എത്താൻ ഉള്ള വഴി ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം. റോമർ തൊട്ട് യൂത വരെയുള്ള ലേഖനങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അവിടെ മൊത്തം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടുള്ള അനുരൂപതയ്ക്ക് വേണ്ടിയ വഴിയാണ്, അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ നോക്കണം. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ നമുക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റും? ഓരോ മെസ്സേജ് കഴിയുമ്പോഴും കർത്താവേ അങ്ങേപ്പോലെ അനുരൂപമാകാൻ എനിക്ക് കഴിഞ്ഞു. എന്താ നമ്മുടെ സ്ട്രഗിൾ? പാപത്തോടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഇതുവരെയും പ്രാണത്യാഗം എത്തിയിട്ടില്ല. ഫൈറ്റാണിത്. ഇത് എങ്ങനെ പറ്റും? അവൻ്റെ സ്വഭാവത്തിൻ്റെ വിശേഷത ഓരോ ദിവസത്തെ ശുശ്രൂഷയിലൂടെ വെളിപ്പെട്ട് വരുമ്പോൾ എനിക്ക് അവനെ പോലെ ആയിത്തീരാൻ ആഗ്രഹമുള്ളിൽ വർദ്ധിക്കുക. ഈ കാലത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേകത, വൈകാരികമായ അനുഭവങ്ങൾ പിന്നാലെ പോകുമ്പോൾ വി ഷുഡ് ബി thorough in the sound doctrine of the New Testament. പത്യോപദേശത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. തിരുവെടുത്ത് നമുക്ക് വ്യക്തമാക്കുന്ന സത്യം ഇത് മനുഷ്യൻ്റെ അഭിപ്രായമല്ല, മറിച്ച് ദൈവാത്മപ്രേരണയാൽ മനുഷ്യൻ എഴുതിയത്. അതുകൊണ്ടാണ് ഒരു വാണിങ് ഇതൊന്നും സദൃശവാക്യത്തിലാണ് പറയുന്നത്. 30-ാം അധ്യായം 6-7 വായിക്കാമോ? 6 വായിക്കാമോ? അല്ല 5-6 വായിക്കാമോ? സകല വചനം എന്നുള്ളത് സകല ഒന്ന് ഓർക്കണേ, സകല വചനവും ഒന്നുപോലുമില്ല. ഇപ്പോൾ തിയോളജിയൻസ് അല്ല, അതിൻ്റെ അപ്പുറത്തെ ആൾക്കാർ വന്ന് പറഞ്ഞാലും ഈ തിരുവെഴുത്ത് ദൈവത്തിൻ്റെ ഇൻസ്പിറേഷനാണ്, പ്രചോദിപ്പിച്ചെഴുതിയേക്കുന്നതാണ്, ആരുടെ അഭിപ്രായമല്ല. സകല വചനവും ശുദ്ധി ചെയ്തതാണെന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അത് അറിയാം, എങ്കിലും ഞാനങ്ങ് പറയാം. ഒന്നും എടുത്തു കളയേണ്ടതായിട്ടില്ല അല്ലേ? ശുദ്ധമെന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഇരിക്കുമ്പോൾ അത് ചിലപ്പോൾ തൊട്ടാൽ പോലും അശുദ്ധമാവും. എന്ന് പറഞ്ഞാൽ അതിനോടൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല, എടുത്തു കളയാനും പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാണ്. ഈ വചനം പറയുന്നത് ഇത് ശുദ്ധി ചെയ്തതാ, ഇത് വിശ്വസിക്കാം. ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, പരിച തന്നെ. അടുത്തത് ഒന്നും കൂട്ടരുത്. അപ്പൊ അവിടെ എന്തോ വരും? അല്ലല്ല, വിസ്താരം വരും. അവിടെ കള്ളം വരും, വിസ്താരം വരും. 3 രീതിയിലാണ് പലരോട് എങ്ങനെയാണ് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മള് പാസ്റ്റർ ബൈബിളുകളിലൊക്കെ പഠിപ്പിക്കുന്നത്, ഒന്ന് എക്സിജീസസ് എന്ന് പറയും, എക്സിജീസസ്. 2 ഐസിജീസസ് എന്ന് പറയും. ഈ എക്സിജീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉദാഹരണം പറയുന്നത് ഇതുപോലെ, നമ്മളിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ദാഹിച്ച് കയറി വന്നപ്പോൾ എടി ഒരു നാരങ്ങ വെള്ളം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു നാരങ്ങ എടുത്ത് അത് 2ആക്കി, എന്നിട്ട് ആ നാരങ്ങ ഇങ്ങനെ എടുത്തു. ഇപ്പം എന്ത് ചെയ്യാൻ പോനി? പിഴിയാൻ പോവാ. ഈ വചനത്തിൻ്റെ ഉള്ളിലുള്ളത് വെളിയിൽ കൊണ്ടിരുന്നതാണ് എക്സിജീസസ്. പക്ഷെ ഇന്ന് നടക്കുന്നത് അറിയോ? ഈ നാരങ്ങ ഇങ്ങനെ തിരിച്ചു വെക്കും, അതിന് മണ്ടക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഇടും, എന്നിട്ട് അത് പിഴി. അപ്പോഴും നാരങ്ങക്കകത്തോടല്ലേ വരുന്നേ. അതിനാണ് ഐസിജീസസ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതുമല്ല, നാർസിജീസസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ യോബ, ദാവീദിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ ദാവീദാ, യോനയുടെ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ യോനയാ. ഏത് നെഗറ്റീവോ പോസിറ്റീവോ ആയുള്ള ക്യാരക്ടറിനെ കാണുമ്പോൾ അത് ഞാനാണെന്ന് തോന്നി അങ്ങ് പ്രസംഗിക്കുക. നോ, ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞേ, ഇവിടെ ഒരു കഥാപുരുഷനേ ഉള്ളൂ, അത് യേശുവാ. ഇവിടുത്തെ എയിം എന്ന് പറയുന്നത് അവരെ പോലെ ആകാനല്ല, ക്രിസ്തുവിനെ പോലെ ആകാനാ. ഈ അനുഭവങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചൊരു ദൈവമുണ്ടെന്ന് അറിയിക്കാനാ. നമ്മുടെ ദൃഷ്ടി തെറ്റിപ്പോകരുത് പ്രിയമുള്ളവരെ.
പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ കണ്ണം കൊണ്ടെടുത്താൽ പിന്നെ അവൻ രക്ഷപ്പെട്ടു. നിങ്ങൾ പിന്നെ ദാവീദിനെയോ മോശയോ ശൗലിനെയോ ഇല്ല അവൻ്റെ കുന്തോ എന്തോ വേണമെന്ന് നോക്കിയോ ഒരു കുഴപ്പമില്ല. പക്ഷെ ക്രിസ്തുവിനെ നോക്കിയാൽ അവനെ പോലെ ആകാനുള്ള ആഗ്രഹം നമ്മളിലുണ്ടാവും. അതേ നമ്മൾ നിത്യത്തിൽ എത്തിക്കത്തുള്ളൂ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി സ്റ്റാൻഡ് ഫേർംലി ഓൺ ദ വെർബൽ ആൻഡ് പ്ലീനറി ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവെഴുത്തിൻ്റെ സമ്പൂർണമായ ദൈവിക പ്രചോദനം. ഇത് മുഴുവനും ദൈവത്താൽ പ്രചോദിതമാണ്. പിന്നെ ഇതിൽ തെറ്റില്ല. ഇതിന് ഒറിജിനൽ ഉണ്ടല്ലേ. ഒറിജിനൽ എന്ന് പറയുന്നത് ഇതെല്ലാം ട്രാൻസ്ലേഷനാണ്. ഈ മലയാളത്തിൽ തന്നെ ചില ട്രാൻസ്ലേഷൻ തെറ്റിച്ചെഴുതിയിട്ടുണ്ട്. എങ്കിലും നേരെ മൂലഭാഷയിൽ നിന്ന് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഈ മലയാളം. എന്നാൽ ചില മലയാളം വാക്യങ്ങളേക്കാൾ കൂടുതൽ നമുക്ക് കറക്റ്റായി മൂലഭാഷയോട് ചേർന്ന് പോകുന്നത് ഇംഗ്ലീഷാണ്. ട്രാൻസ്ലേഷൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഒറിജിനൽ. അതിനകത്ത് തെറ്റില്ല, അതിന് തെറ്റില്ല. അത് നമ്മൾ വിശ്വസിക്കണം. പലരും ഈ തർക്കിക്കാൻ വേണ്ടി പറയും ഇന്നതെങ്ങനെയാ. 2 ക്രിയേഷൻ സ്റ്റോറി ഉണ്ടല്ലോ ജെനസിസിൽ. ലൂക്കിലൊരു കാര്യം പറയുന്നു, മത്തായിൽ വേറൊന്ന് പറയുന്നു. ഇതെന്താ 4 സുവിശേഷകർ 4 രീതിയിൽ എഴുതിയത്? 4 സുവിശേഷകന്മാർ 4 രീതിയിൽ എഴുതിയത് എന്താ? ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും മലയാള മനോരമയും ഒരേ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ല. ഒരേ കാര്യം തന്നെ വിവിധ ആംഗിളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. 4 സുവിശേഷകന്മാർ 4 രീതിയിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂലഭാഷയിൽ ഈ വചനം ആക്യുറേറ്റാണ്, ഒട്ടും തെറ്റില്ല. വെർബൽ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വാക്കിലുമുള്ള ദൈവിക പ്രചോദനം, ഓരോ വാക്കിലുമുള്ള ദൈവിക പ്രചോദനം. അപ്പോൾ നിങ്ങളിന്ന് രാവിലെ ഒരു ദൈവവചനം ഭാഗം വായിക്കുമ്പോൾ ആ വാക്യം ദൈവത്തിൻ്റെ വചനമാകിയാൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒരു കാര്യം കൂടെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ പറയാതിരിക്കാൻ പറ്റില്ല. ഓരോ ഭാഗങ്ങളും നമ്മൾ എടുക്കുമ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ട്, അല്ലെങ്കിൽ തെറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ട്. പണ്ട് ഒരാൾ ഇവിടെ ആണോ അതോ ഏതോ സഭയിൽ വന്നിട്ട് വ്യാഖ്യാനിച്ച ഒരു ഭാഗം ഇസ്രായേലിനെ റെബ്യൂക്ക് ചെയ്യുന്നൊരു ഭാഗമാണ്. അതായത് ഇവർ ദൈവത്തെ വിട്ട്, ആ ഭാഗം ഞാൻ ഓർക്കുന്നില്ല, പിന്നീട് ദൈവം അനുവദിക്കുകയാണെങ്കിൽ പറയാം, റെഫറൻസ് പറയാം. ഇവർ ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളുടെ അടുക്കിലേക്ക് ഓടുന്ന ഓട്ടമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം അവരെ റെബ്യൂക്ക് ചെയ്യുക. പക്ഷേ അതിൻ്റെ അറ്റവും മുറി പാലുമില്ല. അത് ഇടയ്ക്കും നിങ്ങൾ എടുത്താൽ ആ ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിന്റെ പക്കൽ ജീവശക്തി ഉണ്ടെന്ന് അങ്ങനൊരു വാക്യമുണ്ട്. അത് ആ വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് തോന്നും ദൈവം ഇവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണെന്ന് തോന്നും. നോ, ഇവർ അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയതിനെ ദൈവം റിബ്യൂക്ക് ചെയ്യുക. അതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ മുന്നിലും പിന്നിലുമുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചാൽ മനസ്സിലാവും ഇത് എന്താണ് അർത്ഥമാക്കുന്നത്. Always sit in the presence of God, not as a learned man, but a man who doesn't know anything. ഒന്നും അറിയാത്തപ്പനോട് ദൈവസന്നിധിയിൽ ഇരിക്കണം. അപ്പോഴേ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തത്തുള്ളൂ. ഞാൻ ഈ അതിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പുള്ളിക്കാർ വന്ന് പറയും ഈ ഇതൊക്കെ കമൻ്ററി ഒക്കെ വായിച്ചിട്ടാണോ അവിടെ പോയി? നോ, ഞാൻ ആദ്യം ഈ വചനത്തിലേക്ക് നോക്കും. വചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്താൻ കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ? അത് തന്നെയല്ലേ കമൻ്ററിയിൽ എഴുതി വെച്ചേക്കുന്നത്. ജസ്റ്റ് ഫോർ എ കൺഫർമേഷൻ. തെറ്റ് പറ്റരുതല്ലോ, തെറ്റായ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യരുതല്ലോ, അതിനുവേണ്ടി മാത്രം റെഫർ ചെയ്യും. ബട്ട് ദ പ്രൈമറി സോഴ്സ് ഓഫ് മൈ മെസ്സേജ് ഈസ് ദ ബൈബിൾ. വചനം മാത്രമാണ്, ഇത് മതി. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും ഇത് എന്തിനാ. ഇപ്പോൾ ഈ ഭാഗത്ത് ഫസ്റ്റ് പീറ്റർ എഴുതിയതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. പീറ്റർ നടുവിലായിരുന്ന ദൈവമക്കളോട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ എഴുതിയേക്കുന്ന. സെക്കൻഡ് പീറ്റർ വന്നപ്പോഴത്തേന് പശ്ചാത്തലം മാറി. ജെയിംസിന്റെ പശ്ചാത്തലം വേറെയാ. ഫസ്റ്റ് പീറ്ററിന്റെ പശ്ചാത്തലം തന്നെ ജെയിംസ്. ഗലാത്യ ലേഖനത്തിന്റെ പശ്ചാത്തലം സെക്കൻഡ് പീറ്ററിന്റെ പശ്ചാത്തലമാണ്. ജൂഡിന്റെ പശ്ചാത്തലം സെക്കൻഡ് പീറ്ററിന്റെ പശ്ചാത്തലമാണ്. ഇവിടെ എല്ലാം വിവിധ നിലകളിലായിരുന്ന ജനത്തെയാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ രീതിയിലാണ് പൗലോസ് ആണെങ്കിലും യൂദയാണെങ്കിലും ജെയിംസ് ആണെങ്കിലും പത്രോസ് ആണെങ്കിലും ഈ ഉപദേശങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഓരോ വാക്കിലും അതിൻ്റെ പിന്നിൽ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് വെർബൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ആ വചനത്തിന്, ഓരോ വാക്കിനും ദൈവത്തിൻ്റെ പ്രചോദനം ഉള്ളത് കൊണ്ടുള്ള സംഭവമാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയേക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാകുന്നു, ആത്മാവിനെയും സന്ധിവജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്ന. അതെന്തായി ഇരുവായ്ത്തല എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറയും പറയുന്നവനെയും കേൾക്കുന്നവനെയും വെട്ടുന്ന രണ്ട് ഇരുതല മൂരി എന്നൊക്കെ പറയുന്നത്. അതല്ല, അവിടെ താഴെ പറയുന്നുണ്ട്. അതായത് നമ്മൾ കേൾക്കുന്ന വചനം, ഇപ്പൊ ഞാൻ പറയാ, ഈ വചനം ഇരുവായ്ത്തല എന്ന് പറഞ്ഞാൽ ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുന്നതാണ് ഈ വചനം എന്ന് പറഞ്ഞാൽ. ഇത് ആത്മാവിൽ നിന്നാണോ അതോ ഇത് ജഡത്തിൽ നിന്നാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാ ഈ വചനം. എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ, പക്ഷെ അത് എൻ്റെ മനസ്സിൽ നിന്നുമാകാം. എങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റും? അതിനെ വിലയിരുത്താൻ പറ്റും. ആത്മാവിനെയും പ്രാണനെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവവചനം. ആ വചനത്തെ എത്രയോ നാം സ്നേഹിക്കണം. അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഓരോ വാക്കും ദിസ് ഇസ് ഇൻസ്പയർഡ് ബൈ ഗാഡ്. ഇതിൻ്റെ സോഴ്സ് ഗാഡ്. ഇതിനോട് ഒന്നും ആഡ് ചെയ്യരുത്, ഇതിനോട് എടുത്തു കളയരുത്, വിസ്തരിച്ചിട്ട് കള്ളനാകാൻ ഇടയാകരുത്. Thus saith the Lord എന്ന് പറഞ്ഞാൽ it is from God. അല്ലേ പറയണം thus saith me എന്ന് പറയണം. അതേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ രക്ഷപ്പെട്ടു പോകാം. രണ്ടാമത് വെർബൽ ഇൻസ്പിറേഷൻ മാത്രമല്ല, പ്ലീനറി ഇൻസ്പിറേഷനോട് സമ്പൂർണ്ണമായ പ്രചോദനം. അതായത് ചിലർ പറയും പഴയ നിയമമൊന്നും ഞങ്ങൾക്ക് വേണ്ട. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ പ്രചോദിതമാണ്. പിന്നെ മൂന്നാമത്തെ പ്രത്യേകത വചനത്തിൻ്റെ, അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ രണ്ടാമത്തെ ഞാൻ തുടങ്ങാം. മൂന്നാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് ഇന്നറൻറ്റ്. തെറ്റ് പറ്റത്തില്ല. എന്തുകൊണ്ടാണ് തെറ്റ് പറ്റാത്തത്? ഞാനൊരു ബുക്ക് എഴുതിയാൽ തെറ്റ് പറ്റും. കാരണം എന്താ അറിയോ? അതിൻ്റെ സോഴ്സ് ഞാനാ, എനിക്ക് തന്നെ തെറ്റുണ്ട്. പക്ഷേ ഇതിൻ്റെ സോഴ്സ് അവിടത്തേക്ക് തെറ്റ് വരത്തില്ല. അവിടുന്ന് ഇമ്മ്യൂട്ടബിളാണ്, മാറ്റമില്ല. അവിടുത്തെ ആ ദൈവത്തിൻ്റെ പ്രത്യേകത അറിയാം, ഹി ക്യാൻ നോട്ട് ചേഞ്ച്. ഹി വിൽ നെവർ ചേഞ്ച്. ഹി ക്യാൻ നോട്ട് ചേഞ്ച്. ദൈവം വിചാരിച്ചാൽ പോലും ദൈവത്തിന് മാറ്റം ഉണ്ടാവില്ല. അത്രയ്ക്ക് സ്ഥിതനാ അവൻ. വിശ്വസിക്കാം. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വചനം നമുക്ക് വിശ്വസിക്കാം. മറ്റെല്ലാം മാറിപ്പോകും, ദൈവവചനം മാറത്തില്ല, അവൻ്റെ വാഗ്ദത്തം മാറത്തില്ല, അവിടുന്ന് മാറത്തില്ല. നമുക്ക് അവനെ വിശ്വസിക്കാം, അവിടുത്തെ കടന്നു പിടിക്കാം. അവിടുത്തെ രാത്രിയിൽ നമുക്ക് അവിടുത്തെ മാർവിൽ ചലചായിക്കാം. ബിക്കോസ് ഹി ഈസ് ഫെയ്ത്ത്ഫുൾ, ഹി ഈസ് ഇമ്മ്യൂട്ടബിൾ. അവൻ മാറ്റത്തില്ല, വാക്ക് മാറ്റത്തില്ല. ദൈവവചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.